ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഷാജീൻ്റെ വീഡിയോസല്ലേ. എല്ലാവരും ഇട്ടിട്ട് പരമാവധി എങ്ങനെ എത്രത്തോളം എന്താ പറയുക ഒരു സ്ത്രീനെ ദ്രോഹിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ കുറേ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ, വീഡിയോ ചെയ്യണില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയുക വീഡിയോ ഇടാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് തോന്നുന്നത്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമുക്ക് പറയാനുള്ളൊരു റൈറ്റ്സ് ഉണ്ടല്ലോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും എന്താ പറയുക ഞാൻ പിന്നെ 100% പിന്തുണക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി ഇവരോട് ചെയ്യുന്നത് കാണുമ്പോൾ ലേശൊരു സഹതാപമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളായിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക സമൂഹത്തിൽ ഒരു ചോദിക്കാനും പറയാനും ഒരാളില്ലെങ്കിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇവർ കടന്നു പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഷാജിദക്ക് ഭർത്താവില്ല, പിന്നെ ആണെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന ആളും ഇല്ല. അപ്പോൾ അങ്ങനെ രണ്ടാൾക്കാരോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്കൊരു ബ്രദറോ അനിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരും നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയില്ല. അവർ ധൈര്യമായിട്ട് ചോദിക്കും ആർക്കാണ് ഇങ്ങനെ പറയാൻ ധൈര്യം, അല്ലെങ്കിൽ അത് പറഞ്ഞവർക്കെതിരെ അവർക്ക് ലീഗലി നീങ്ങാനൊക്കെ ആളുണ്ടാകും. പക്ഷേ ഇവിടെ ഷാജിദക്ക് ആരുമില്ല, ഷാജിദ മാത്രം തന്നെയുള്ളൂ. അപ്പോൾ ഈ പറയുന്നവർക്ക് എല്ലാവർക്കും അറിയാം പോയാലും ഏതറ്റം വരെ പോകുന്നുള്ളത്. അപ്പോൾ ആ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അതിനൊക്കെ ഒരു എന്താ പറയുക ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഷാജിദ രംഗത്ത് വന്നത്. ആയിക്കോട്ടെ, കല്യാണം ഇപ്പോൾ 5 മക്കളുള്ള ഒരാൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള റൈറ്റ്സ് ഒന്നും നമ്മൾക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളത്. പക്ഷേ ആ കഴിച്ച രീതി ലേശൊരു മാന്യമായ രീതിയിൽ വന്ന് നിന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒന്ന് പറയായിരുന്നു. അപ്പോൾ ആ പറഞ്ഞതിലുള്ള ചില എന്താ പറയുക ഒരു അഹങ്കാരം കൂടിപ്പോയി ആ ഒരു ലെവലിലുള്ള സംസാരങ്ങളാണ് ഇത്രയും ഒരു നെഗറ്റീവ്സിലേക്ക് ഷാജിദിനെ എത്തിക്കാൻ കാരണം. പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ വയസ്സ് കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കണം, ഏജ് കൂടിയ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ അതിന് ഷാജിദ പറഞ്ഞ ന്യായീകരണങ്ങൾ നമുക്ക് എന്താ പറയുക ഒരു ടിപ്പിക്കൽ മലയാളിക്ക് ചേരാത്തൊരു ന്യായീകരണങ്ങളാണ് പറഞ്ഞത്. കാരണം അവർക്കൊക്കെ ആൻറ്റിമാരാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതിനോടൊന്നും ഞാൻ തീരെ യോജിക്കുന്നില്ല കേട്ടോ. കാരണം നാളെ പിറ്റേന്ന് ഷാജിദൻ്റെ മക്കളും വലുതായിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊരു പാരൻ്റ് ആയാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു 5 മക്കളുള്ള ഒരു കുട്ടിയും പിന്നെ 5-6 വയസ്സിന് പിന്നെ തന്നെക്കാളും മൂത്ത ഒരാളൊക്കെ പിന്നെ നമ്മുടെ കുട്ടികൾ കല്യാണം കഴിച്ചുകൊണ്ടിരാന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക കല്യാണം കഴിച്ച 5 മക്കളൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട്. അപ്പോൾ അതിനോടൊന്നും ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. പക്ഷേ ഇവരെങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ എയറിലാക്കുന്നതിനോട് തീരെ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് വേറൊരു യൂട്യൂബറാണ്. ആ ആളാണ് പറഞ്ഞത് ഷാജിദ പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഷാജിദ പ്രഗ്നൻ്റ് ആയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു ഫോൺ കോളൊക്കെ ആ ഒരു യൂട്യൂബറാണ് പിന്നെ ഇങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജിദ കാര്യം ചോദിക്കാനില്ല. ഷാജിദിൻ്റെ പിന്നെ ചോദ്യവും ഉത്തരമൊക്കെ ഷാജിദ തന്നെയാണെന്ന് അറിയുന്നതിനോണ്ടാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻ്റർവ്യൂ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അതിൽ ഷാജിദിനെ ഇരുത്തി എന്താ പറയുക ഇൻസൾട്ട് ചെയ്യൂലേ, അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവൻ ആ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂന്ന് ഞാൻ ഇറങ്ങിപ്പോരും കേട്ടോ. കാരണം നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് അത് വെച്ച് അവർ റീച്ച് ഉണ്ടാക്കുക. അപ്പോൾ കഴിയുന്നതും ഷാജിദ് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി നെഗറ്റീവ്സ് കൂടാനേ ഇതിനെ കൊണ്ട് കാര്യമുള്ളൂ. അവർക്ക് റീച്ചും കിട്ടും, തനിക്ക് നല്ല നെഗറ്റീവ്സ് ആയിരിക്കും വരല്. ഷാജിദ് വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചൊരു എന്താ പറയുക താഴ്മയൊക്കെ ആവതില്ല. കാരണം ആ ഒരു ഇത് കണ്ടിട്ടാണ് എന്താ പറയുക പെട്ടെന്ന് ഇത്രയും ഒരു സബ്ബുള്ളൊരു ചാനലൊക്കെ ആയിട്ട് ഷാജിദിൻ്റെ മാറിയത്. പിന്നെ ഷാജിദ വീഡിയോയിലൂടെ കുറച്ച് പറയുന്ന കാരണം തനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയുന്ന മറുപടി അതും കുറച്ചൊരു ഓവറാണ്. പക്ഷേ ഷാജിദ് വിചാരിക്കുന്നുണ്ടാവും തനിക്ക് ഏറ്റവും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. കാരണം ഇങ്ങനെ പറയുമ്പോൾ 4 ആൾ അറിയും, പിന്നെ അവർ വീണ്ടും കളിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. മറ്റേതിങ്ങനെ കുറേ ഫോൺ കോളിലേക്ക് പിന്നെ ഷാജിദിനെ പറ്റിയുള്ള കുറേ എന്താ പറയുക നെഗറ്റീവ് കമൻസ്, അപ്പോൾ എല്ലാം കൂടി ഈ ഒരാൾ വേണ്ടേ തരണം ചെയ്യാൻ നമുക്ക്. കാരണം ഷാജിദനോട് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് എന്തിനാ കല്യാണം കഴിച്ചത് ഈ ഒരു ഏജ്. അപ്പോൾ ഷാജിദ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ ഷാജിദ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നമ്മളെന്താ പറയുക നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ നമ്മളെ കുറേ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് ആയിരിക്കും ആ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ എന്തായിട്ടുണ്ടെങ്കിലും. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചൊരു കാര്യമാണ് എന്താ പറയുക എല്ലാവരും കൂടി വളച്ചൊടിച്ച് അത് ഷാജിദ് ഒരു മോശം സ്ത്രീ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോഴും ഷാജിദ നല്ല ബോൾഡായിട്ടാണ് ആൻസർ പറയുന്നത്.
വേറെ ആരെങ്കിലും അതുകൊണ്ട് ഇപ്പം ഞാനെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ എന്താ ഇരിക്കുക പോലും ഇല്ല കേട്ടോ. കാരണം അത്രയും നമ്മളെ മുന്നിലിരുത്തി നമ്മളോട് തന്നെ നമുക്ക് ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്നിട്ട് അത് കാരണം മറ്റുള്ള ഒരു റീച്ച് ഉണ്ടാക്കുക. അപ്പോൾ എത്രത്തോളം അത് അപ്പോൾ ഈ കുട്ടിക്ക് ആ ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ 5 കുട്ടികളെ ഇനിയിപ്പോൾ യത്തീംഖാനയിലാണെങ്കിൽ കൂടിയിട്ട് ആ 5 കുട്ടികളെ നല്ല രീതിക്ക് വളർത്തുന്നുണ്ട്. ഇപ്പോൾ ലേശം കൂടി ഒരു മെച്ചപ്പെട്ട ലൈഫ് ആ കുട്ടികൾക്ക് കൊടുക്കാൻ ആൾക്ക് കഴിയുന്നുണ്ട് ഈ ഒരു പിന്നെ യൂട്യൂബ് ഏണിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കുറേ എന്താ പറയുക ഒരാളുടെ മേലെ കുറേ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈ ഷാജിദാണ് ഇതൊക്കെ തെളിയിക്കേണ്ടത്. കാരണം ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ കാരണം ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ഭർത്താവ് മരിച്ചതിന് ശേഷം അപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബറെ നേർക്കാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ ആളടങ്ങിയിരിക്കും. ആളെ ഹസ്ബൻഡും ആൾക്ക് എത്ര വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരൊക്കെ രംഗത്തിറങ്ങി ചെയ്യും. ഇത് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഷാജിദക്ക് ആരും ഇല്ല എന്നുള്ളത്. കാരണം ഷാജിദ് തന്നെ തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഉമ്മനെ പറ്റിയും സിസ്റ്റേഴ്സിനെ പറ്റി ആരെയും ഒന്നും സപ്പോർട്ടില്ല എന്ന് ഷാജിദ് തന്നെ ആ വീഡിയോയിലൊക്കെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ചിലപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക ഒരു റൂഡായിട്ട് സംസാരം അങ്ങനെ ആയി പോകുന്നതാകാം. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഷാജിദൻ്റെ പിന്നാലെ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു കോണിൽ ആ ഒരു കുട്ടി അതിൻ്റെ 5 മക്കളും ജീവിച്ചോട്ടെ, അതൊക്കെ ബാക്കി അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ 5 മക്കളുള്ള ആൾ വിവാഹം കഴിക്കണോ അതോ ഇനി ഏജ്ഡുള്ള ആളായിട്ടാണ് വിവാഹം കഴിക്കുന്നത്, അതൊക്കെ അവർക്കറിയാം. അവർ ഒരു 10-32 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്കറിയാം എന്ത് തീരുമാനങ്ങളാണ് എടുക്കേണ്ടതും എടുക്കാൻ പാടില്ലാത്തതെന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക പുറമേയുള്ള ആൾക്കാർ പറയുന്നത് മൊത്തം നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അനുസരിക്കാൻ കഴിയില്ലല്ലോ. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക കാരണം ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതിൻ്റെ പരമാവധി മെൻ്റൽ ടോർച്ചറിങ് എല്ലാവരും കൂടി ആ കുട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും അത് 5 പിന്നെ എന്താ പറയുക കുട്ടികളെ ഉപ്പയില്ലാത്ത കുട്ടികളെ വളർത്തുന്നുണ്ടല്ലോ ആ ഒരു കൺസിഡറേഷനെങ്കിലും കൊടുത്തിട്ട് ആ കുട്ടീൻ്റെ വഴിക്ക് വിടുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ കേസ് അത് തെളിയിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എന്തായാലും ഷാജിദ കാരണം ആർക്കും വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ അവരുടെ മക്കളും ഏതെങ്കിലും വഴിക്ക് അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് ഷാജിദനെ നേരിട്ടോ ഫോണിലൂടെയോ ഒന്നും യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ എല്ലാവരും കൂടി ഒരാൾ കല്യാണം കഴിച്ചതിൻ്റെ പേരിലും പിന്നെ കുറച്ച് എന്താ പറയുക ഭയങ്കര ജാടായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീനെ എങ്ങനെ എയറിൽ കയറ്റുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് ചെയ്യണം തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്.